എല്ലാവർക്കും KM TV കർണാട്ടിക് കീബോർഡ് ലെസൺ പാർട്ട് 31 സ്വാഗതം. ഞാൻ അജയകുമാർ ജി. ഇന്ന് നമ്മൾ ശ്രീ സുരേഷ് നാരായണൻ അവർകൾ എഴുതിയ കർണാടക സംഗീതം പാർട്ട് 1 എന്ന ബുക്കിലെ മലഹരി രാഗത്തിൽ ഉള്ള കുന്ദ ഗൗര എന്ന ഗീതമാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഉള്ള ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, മലഹരി രാഗം എന്ന് പറയുന്നത് ഒരു ജന്യരാഗമാണ്. മേളകർത്ത രാഗപ്പട്ടികയിൽ 15ാമത്തെ മേളകർത്ത രാഗമായ മായാമാളവ ഗൗള രാഗത്തിൻ്റെ ജന്യരാഗമാണ് മലഹരി. അപ്പോൾ ആ ഗീതം നമുക്ക് എങ്ങനെയാണ് കീബോർഡിൽ വായിക്കുന്നത് എന്ന് ഒന്ന് പഠിക്കാം. രണ്ടാമത്തെ ഗീതം, അതായത് മലഹരി രാഗത്തിലുള്ള ഒരു ഗീതമാണിത്. ഇതിൻ്റെ രചയിതാവ് ശ്രീ പുരന്ദരദാസർജിയാണ്. അപ്പോൾ ആരോഹണം അവരോഹണം സാരി മാപ ദസ സദപ ഗരീസ. മായാമാളവ ഗൗള രാഗത്തിൻ്റെ ജന്യമാണ്. 15ാമത് മേളകർത്ത രാഗമാണ് മായാമാളവ ഗൗള. ഈ ഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയും, ഞാൻ വലിയ പാട്ടുകാരനല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ സാഹിത്യം ഞാനൊന്ന് പറയാം. കുന്ദ ഗൗര ഗൗരീവര മന്ദിരായ മാനമകുട മന്ദാര കുസുമാകര മകരന്ദം വാസിതുവാ. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത്, രണ്ടാമത്തെ അനുപല്ലവിയായിട്ട് വരുന്നതെന്നോ എന്ത് വേണേലും പറയാം. അതിൻ്റെ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഹേമകൂട സിംഹാസന വിരൂപാക്ഷ കരുണാകര. അത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഭാഗത്തിലെ 3, 4 സാഹിത്യം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മതി. മന്ദാര കുസുമാകര മകരന്ദം വാസിതുവാ. അത് കഴിഞ്ഞാൽ 3, മൂന്നാമത്തേനകത്ത് ചന്ദമാമ മന്ദാകിനി മന്ദിരായ മാനമകുട. അത് കഴിഞ്ഞാൽ ഒന്നാമത്തേല് 3, 4 ലൈൻ സാഹിത്യം, അതായത് മന്ദാര കുസുമാകര മകരന്ദം വാസിതുവാ. അപ്പോ ഈ ഒന്നാമത്തേത് തന്നെ 2, 3 വായിച്ചിട്ട് ഓരോ ഭാഗം കഴിയുമ്പോഴും വീണ്ടും മന്ദാര കുസുമാകര എന്നുള്ളത് നമ്മൾ വായിക്കണമെന്ന് നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇത് 3 തവണ വായിച്ചു കഴിഞ്ഞാൽ ഈ ഗീതം പൂർണ്ണമാകും. അപ്പം നമുക്ക് ആ ഗീതം എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മലഹരി രാഗത്തിൻ്റെ ആരോഹണവും അവരോഹണവും. അവരോഹണം
ഒന്നുകൂടി. ഇനി ഇത് വായിക്കേണ്ട രീതി ദയവായി എൻ്റെ വിരലുകളിൽ ശ്രദ്ധിക്കണം നിങ്ങൾ. ആദ്യത്തെ ലൈൻ ദ പ മ ഗ രി സ രി മ പ ദ മ പ. ഒന്നാമത്തെ ലൈൻ കഴിഞ്ഞു. സെക്കൻഡ് ലൈൻ ദ രി രി സ ദ പ ദ പ മ ഗ രി സ. മൂന്നാമത്തെ ലൈൻ സ രി രി ദ പ മ ഗ രി സ. നാലാമത്തെ ലൈൻ സ രി മ ഗ രി സ രി ഗ രി സ. രണ്ടാമത്തെ ഭാഗം വായിക്കാനും ഇതേ നൊട്ടേഷൻ തന്നെ, ഒന്നിലെ നൊട്ടേഷൻ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി. ദ പ മ ഗ രി സ രി മ പ ദ മ പ ഗ രി രി സ ദ പ ദ പ മ ഗ രി സ സ രി രി ദ പ മ ഗ രി സ രി മ പ ദ മ പ. അപ്പം ഇത്രയും നമ്മൾ വായിച്ചതിന് ശേഷം ഈ ഒന്ന് തന്നെ 2, 3, അതായത് 3 തവണ അങ്ങ് വായിച്ചാൽ മതി. വായിച്ചു കഴിഞ്ഞാൽ ഈ ഗീതം സമ്പൂർണമാകും. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദ പ മ ഗ രി സ രി മ പ ദ മ പ ദ രി രി സ ദ പ ദ പ മ ഗ രി സ സ രി രി ദ പ മ ഗ രി സ രി മ ഗ രി സ രി ഗ രി സ. വീണ്ടും ദ പ മ ഗ രി സ രി മ പ ദ മ പ ദ രി രി സ ദ പ ദ പ മ ഗ രി സ സ രി രി ദ പ മ ഗ രി സ സ രി മ ഗ രി സ രി ഗ രി സ ദ പ മ ഗ രി സ രി മ പ ദ മ പ ദ രി രി സ ദ പ ദ പ മ ഗ രി സ സ രി രി ദ പ മ ഗ രി സ സ രി മ സ രി ഗ രി സ. ഇത് 3 തവണ വായിച്ചാൽ ഈ ഗീതം കംപ്ലീറ്റ് ആവും. അപ്പോൾ
ഞാൻ വിചാരിക്കുന്നു ഈ ഗീതം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഈ കർണാടക സംഗീതത്തിൻ്റെ ബുക്കൂടെ നിങ്ങൾ വാങ്ങിക്കണം, എന്നിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്പീഡ് കൂട്ടി നിങ്ങൾ വായിച്ച് നോക്കിക്കോണം, അതിന് കുഴപ്പമില്ല. അപ്പം നല്ല രീതിയിൽ തുടങ്ങുക. ഇതിൻ്റെ തുടക്കം വരുന്നത് ദാ വരുന്നത് നടുവരൽ, ഇൻഡെക്സ് ഫിംഗർ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഫിംഗർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അടുത്ത ഒക്റ്റീവിലേക്ക് പോകുന്നത് രീ മാത്രമേ ഉള്ളൂ, ഈ രീ. അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ മൂന്നാമത്തെ ഗീതവുമായി ഉടൻ തന്നെ നിങ്ങൾക്ക് വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടാതെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി.